ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഈ റപ്പ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ്. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി, മിക്സിയിൽ അടിക്കരുത്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 കപ്പിനടുത്ത് തന്നെ ചിരിവിയ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ 1/2 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണിലും കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി, നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഒരു കളർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കലക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് പരത്താൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കുറച്ച് ലൂസായിട്ടാണ് കലക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാൻ 1 കപ്പ് വെള്ളവും കൂടി ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പാലും 1 കപ്പ് വെള്ളവുമാണ് ആവശ്യം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് എത്രത്തോളം പട്ടം വേണോ അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം കുറച്ച് തന്നെ പരത്താൻ വേണ്ടി നോക്കുക, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് ഈ മാവ് കുറച്ച് കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ വാഴയിലയിലോ അല്ലെങ്കിൽ ചട്ടിയിൽ ഇതുപോലെ നമുക്ക് കൈ വെച്ച് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നാൽ നമുക്കതിന് മുകളിൽ കുറച്ചുകൂടി നെയ്യൊന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ആ സൈഡ് കൂടി ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ 2 സൈഡും ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ മൊരിയിച്ചെടുത്താൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പങ്ങളെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മുകൾ ഭാഗം ഡ്രൈ ആയാൽ കുറച്ച് നെയ്യ് കൂടി ആക്കി കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ അപ്പവും പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തൊലിയെല്ലാം കറുത്ത് പോയ നേന്ത്രപ്പഴം ഇരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് എന്നും ഒരേപോലെ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവർക്ക് ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.